നമസ്കാരം. കയറ്റുമതി ബിസിനസ് പലർക്കും അതൊരു വലിയ സ്വപ്നമാണല്ലേ? പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിന്ന് ഒരു ഓർഡർ കിട്ടുന്നത് മുതൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരുന്നതുവരെയുള്ള ആ ഒരു മുഴുവൻ യാത്ര വളരെ സിമ്പിളായിട്ടൊന്ന് നോക്കിയാലോ? അപ്പോൾ എന്താണ് കയറ്റുമതി എന്ന് ചോദിച്ചാൽ സാധാരണയായി കിട്ടുന്നൊരു മറുപടിയുണ്ട്. ഇതുപോലെ ഒരു ഓർഡർ വരുന്നു, നമ്മൾ സാധനങ്ങൾ അങ്ങ് അയച്ചു കൊടുക്കുന്നു, കഴിഞ്ഞു, എക്സ്പോർട്ട് കഴിഞ്ഞു, സിമ്പിൾ. പലരും പ്രത്യേകിച്ച് ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇത് ശരിക്കും ഇത്ര സിമ്പിളാണോ? ഓർഡർ വന്നു, സാധനം അയച്ചു, കഴിഞ്ഞു. അല്ല, സത്യം പറഞ്ഞാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. സാധനങ്ങൾ അയക്കുന്നത് ഈ വലിയൊരു പ്രോസസ്സിലെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. അപ്പോ എന്താണ് ആ മുഴുവൻ ചിത്രം? നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം. എവിടെയാണ് ഒരു എക്സ്പോർട്ട് ശരിക്കും തുടങ്ങുന്നത്? നമ്മൾ ഈ കാണുന്നത് പോലെ സാധനങ്ങൾ കപ്പലിൽ കയറ്റി അയക്കുമ്പോഴാണോ? അല്ല, അതിനും ഒരുപാട് മുൻപേ ആ കഥ തുടങ്ങുന്നുണ്ട്. എല്ലാത്തിൻ്റെയും തുടക്കം ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ്: ബയറുടെ ഒരു എൻക്വയറി. അതായത് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ താൽപ്പര്യമുള്ള ഒരാൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നു. ഇത് ചിലപ്പോൾ ഒരു ഇമെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ്, അതുമല്ലെങ്കിൽ അലിബാബ പോലുള്ള ട്രേഡ് പോർട്ടലുകൾ വഴിയാകാം. ഇവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻക്വയറി കിട്ടിക്കണ്ടാൽ അടുത്ത സ്റ്റെപ്പ് നെഗോസിയേഷനാണ്. വിലപേശൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് പ്രൈസായിരിക്കും. പക്ഷേ അതല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിലയേക്കാളുപരി നമ്മൾ സംസാരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പൈസ എങ്ങനെ തരും, എപ്പോൾ തരും, ഡെലിവറി വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, പാക്കിംഗ് എങ്ങനെ വേണം, എന്നത്തേക്ക് സാധനം കയ്യിൽ കിട്ടണം. ഇതൊക്കെ തുടക്കത്തിലെ സംസാരിച്ചുറപ്പിക്കുന്നത് ഭാവിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും, ഉറപ്പാണ്. അപ്പോൾ ഈ ചർച്ചകളെല്ലാം കഴിഞ്ഞ് രണ്ടു കൂട്ടരും ഓക്കെ ആയാൽ നമുക്കൊരു പർച്ചേസ് ഓർഡർ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് കിട്ടും. ഇതാണ് ഓർഡർ കൺഫർമേഷൻ. ഇവിടെ മുതലാണ് നമ്മുടെ എക്സ്പോർട്ട് പ്രൊസീജിയർ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഓർഡർ ഉറപ്പായി. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ പ്ലാനിംഗ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. പണം, സാധനങ്ങൾ, ഈ രണ്ട് പ്രധാന കാര്യങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യേണ്ട സമയം. ഈ പ്ലാനിംഗ് ഘട്ടത്തിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, പേയ്മെന്റ് പ്ലാനിംഗ്, അതായത് പണം എങ്ങനെ നമ്മുടെ കയ്യിലെത്തുമെന്ന് ഉറപ്പാക്കുന്നത്. രണ്ട്, ഗുഡ്സ് പ്രിപ്പറേഷൻ, അതായത് നമ്മൾ അയക്കാൻ പോകുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റിയിൽ റെഡിയാക്കുന്നത്. ഈ പേയ്മെന്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെയാണ് പല തുടക്കക്കാർക്കും അടിതെറ്റുന്നത്. ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ: പണം എങ്ങനെ, എപ്പോൾ കിട്ടുമെന്ന് കൃത്യമായ ഒരു ഉറപ്പ് കിട്ടാതെ ഒരു കാരണവശാലും സാധനം കയറ്റി അയക്കരുത്. നമുക്ക് അഡ്വാൻസായി പണം വാങ്ങാം, അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടിയുള്ള LC, DP, DA പോലുള്ള വഴികൾ നോക്കാം. ഇതിലേതെങ്കിലും ഒന്നും ഉറപ്പിക്കാതെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നമ്മുടെ കാശ് പോയത് തന്നെ. പേയ്മെന്റ് കാര്യം ഓക്കെയായാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധനങ്ങളിലാണ്. ഒന്നോർക്കണം, നമ്മൾ അയക്കുന്ന ഓരോ പ്രോഡക്റ്റും നമ്മുടെ കമ്പനിയെയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ചെയ്യാൻ പാടില്ല. കാരണം ക്വാളിറ്റി കുറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു ഓർഡർ മാത്രമല്ല, ആ കസ്റ്റമറെ തന്നെയാണ്. ലോങ് ടേം ബിസിനസ് വേണമെങ്കിൽ വിശ്വാസം വേണം. ആ വിശ്വാസം വരുന്നത് ക്വാളിറ്റിയിൽ നിന്നാണ്. അപ്പോൾ പേയ്മെന്റ് ഉറപ്പിച്ചു, സാധനങ്ങൾ റെഡി. ഇനി എന്താ? ഇനി ശരിക്കുള്ള ആക്ഷൻ തുടങ്ങിയാണ് ഷിപ്മെന്റ് പ്രോസസ്സ്. അതായത് ഡോക്യുമെന്റ്സ് റെഡിയാക്കുക, സാധനങ്ങൾ അയക്കുക. ആ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കയറ്റുമതിയെ നമ്മൾ ഒരു കപ്പലായി സങ്കൽപ്പിച്ചാൽ ആ കപ്പൽ ഓടുന്നത് ഡോക്യുമെന്റ്സ് എന്ന കടലിലൂടെയാണ്. ഇൻവോയ്സ്, ഷിപ്പിംഗ് ബിൽ, പാക്കിംഗ് ലിസ്റ്റ്, അങ്ങനെ ഒരുപാട് പേപ്പറുകൾ. ഇവയാണ് നമ്മുടെ എക്സ്പോർട്ടിന്റെ അടിത്തറ, അതിന്റെ നട്ടെല്ല് എന്ന് തന്നെ പറയാം. എല്ലാം ഈ പേപ്പറുകളിലാണ്. ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒരൊറ്റ തെറ്റ്, ചിലപ്പോൾ ഒരു അക്ഷരത്തെറ്റോ ഒരു നമ്പർ മാറിയതോ മതി നമ്മുടെ പണം കയ്യിൽ കിട്ടാൻ ആഴ്ചകളോ മാസങ്ങളോ വൈകാൻ. ചില സാഹചര്യങ്ങളിൽ ആ പണം കിട്ടാതെ പോകാൻ വരെ ഇത് കാരണമാകും. അത്രയ്ക്ക് സീരിയസ് ആണ് ഡോക്യുമെന്റേഷൻ. അപ്പോൾ എല്ലാ പേപ്പറുകളും പെർഫെക്റ്റ് ആക്കി കസ്റ്റംസിന്റെ ക്ലിയറൻസും കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഷിപ്മെന്റ്, അതായത് സാധനങ്ങൾ കയറ്റി അയക്കുന്നു. ഓർക്കുന്നുണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം? പലരും വിചാരിക്കുന്നത് എക്സ്പോർട്ട് ഇവിടെ തീർന്നു എന്നാണ്. ഇതാണ് ആ പോയിന്റ്. അപ്പോൾ സാധനങ്ങൾ ഷിപ്പ് ചെയ്തു. ഇനി എന്റെ ചോദ്യം ഇതാണ്: നമ്മുടെ പണി കഴിഞ്ഞോ? എക്സ്പോർട്ട് കംപ്ലീറ്റ് ആയോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ വരുന്നത് ഈ മുഴുവൻ കളിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഫൈനൽ സ്റ്റേജിലേക്കാണ്. പലരും വിട്ടുപോകുന്ന എന്നാൽ ഏറ്റവും നിർണായകമായ ഘട്ടം. അതാണ് പേയ്മെന്റ് റിയലൈസേഷൻ. എന്താണത്? സിംപിളായി പറഞ്ഞാൽ, നമ്മൾ അയച്ച സാധനങ്ങളുടെ പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു വീഴുന്ന ആ നിമിഷം വരെ നമ്മുടെ എക്സ്പോർട്ട് പൂർണ്ണമായിട്ടില്ല. ശരിക്കും ഒരു എക്സ്പോർട്ട് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. അപ്പോൾ നോക്കൂ, ഇതാണ് ആ വലിയ വ്യത്യാസം. സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് ഷിപ്മെന്റോടുകൂടി കാര്യം കഴിഞ്ഞു എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യമെന്താണ്?
പണം നമ്മുടെ അക്കൗണ്ടിൽ എത്തുമ്പോൾ മാത്രമേ ആ ബിസിനസ് സൈക്കിൾ പൂർത്തിയാകുന്നുള്ളൂ. ഈയൊരു റിയാലിറ്റി മനസ്സിലാക്കുന്നതിലാണ് ഒരു എക്സ്പോർട്ടറുടെ വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, കയറ്റുമതി എന്ന് പറയുന്നത് വെറുതെ സാധനങ്ങൾ അയക്കൽ മാത്രമല്ല, അതൊരു കംപ്ലീറ്റ് പ്രോസസ്സാണ്. എവിടെ തുടങ്ങുന്നു? ഓർഡറിൽ. എവിടെ അവസാനിക്കുന്നു? പണം കയ്യിൽ കിട്ടുമ്പോൾ. ഇതിനിടയിലുള്ള ഓരോ സ്റ്റെപ്പും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നത് മുതൽ പണം കിട്ടുന്നത് വരെയുള്ള ഈ മുഴുവൻ യാത്രയെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ കിട്ടിയില്ലേ? ഇനി കയറ്റുമതി എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയുടെ ആവശ്യമില്ല. പകരം നല്ല ആത്മവിശ്വാസത്തോടെ ഇതിനെ സമീപിക്കാം. അപ്പോൾ എന്താ, നിങ്ങളുടെ എക്സ്പോർട്ട് യാത്ര തുടങ്ങാൻ റെഡിയല്ലേ?